നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അച്ഛൻ മകനെ കൊല്ലുന്നു, മകൻ അച്ഛനെ കൊല്ലുന്നു, മകൻ അമ്മയെ കൊല്ലുന്നു, അങ്ങനെ അനവധി രക്തം മരവിപ്പിക്കുന്ന വാർത്തകൾ നമ്മൾ എല്ലാവരും ദിവസവും കേൾക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം തലസ്ഥാന നഗരിയിൽ നിന്നും സമാനമായ ഒരു വാർത്ത കേട്ടിരുന്നു. പെട്ടെന്നുള്ള ദേഷ്യത്തിന് അച്ഛനെ കൊലപ്പെടുത്തിയ മകൻ പ്രജിന്റെ മൊഴി ഇപ്പോൾ പുറത്തു വരികയാണ്. എന്തിനാണ് ഇവൻ കൊലപ്പെടുത്തിയത്, ഈ അച്ഛനെ എന്തിനാണ് ഈ മകൻ കൊലപ്പെടുത്തിയത് എന്ന ചോദ്യം എല്ലാവരും ഉന്നയിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം മലയാളി വാർത്ത ഈ വീട്ടിലേക്ക് സന്ദർശനം നടത്തിയിരുന്നു. അപ്പോഴൊക്കെ തന്നെ അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ അതെന്താണെന്ന് നാട്ടുകാർക്ക് അറിയില്ല. അങ്ങനെ അല്ലെങ്കിൽ കൊല്ലാൻ വേണ്ടി മാത്രമുള്ള പ്രശ്നങ്ങൾ ഇവർക്കിടയിൽ അച്ഛനും മകനും ഇടയിൽ ഉണ്ടോ എന്നറിയില്ല. അവിടുത്തെ പഞ്ചായത്ത് അംഗം അടക്കം ആ വീട്ടിലേക്ക് വന്നപ്പോൾ തലയറ്റുകിടന്ന ഭർത്താവിനെ തന്റെ മാറോട് ചേർത്തണച്ച വളരെ വൈകാരികമായി പൊട്ടിക്കരയുന്ന അമ്മയെ കണ്ടു എന്നാണ് കഴിഞ്ഞ ദിവസം മലയാളി വാർത്തയോട് അവിടുത്തെ പഞ്ചായത്ത് അംഗം അടക്കമുള്ളവർ പ്രതികരിച്ചത്. എന്തായാലും പെട്ടെന്നുള്ള ദേഷ്യത്തിനാണ് അച്ഛനെ വെട്ടിക്കൊലപ്പെടുത്തിയത് എന്നാണ് മകൻ പ്രജിന്റെ മൊഴി പുറത്തുവരുന്നത്. സ്വബോധത്തോടുകൂടി തന്നെയാണ് പ്രജൻ കൊലപാതകം ചെയ്തത് എന്ന് പോലീസ് വ്യക്തമാക്കുകയാണ്. കൊല്ലാൻ ഉദ്ദേശിച്ചിരുന്നില്ല എന്നും പ്രജിൻ പറയുന്നു. എന്നാൽ പ്രജിന്റെ വാക്കുകൾ പോലീസ് വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. രാത്രിയിൽ പുറത്തുപോയി വന്ന പ്രജിൻ ഹാളിൽ കിടന്നിരുന്ന അച്ഛനെ വെട്ടിക്കൊല്ലുകയായിരുന്നു. രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ പിന്തുടർന്ന പലതവണ വെട്ടുകയായിരുന്നുവെന്നും പോലീസ് പറയുന്നു. ജോസിനെ കരുതിക്കൂട്ടി കൊലപ്പെടുത്തുകയായിരുന്നു. വെള്ളറട കിളിയൂർ ചെരുവിളാകം ബംഗ്ലാവിൽ ജോസിനെയാണ് ബുധനാഴ്ച രാത്രി 9:30 മകൻ പ്രജിൻ എന്ന 29 വയസ്സുകാരൻ വെട്ടിക്കൊലപ്പെടുത്തിയത്. ജോസും ഭാര്യ സുഷമ കുമാരിയും മകനും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ഭർത്താവിനെ വെട്ടുന്നത് കണ്ട് മാതാവ് മകനെ പിടിച്ചുമാറ്റാൻ ശ്രമിച്ചുവെങ്കിലും കഴിഞ്ഞില്ല. സംഭവത്തിന് ശേഷം പ്രജിൻ വെള്ളറട പോലീസിലെത്തി കീഴടങ്ങുകയായിരുന്നു. ജീവിക്കാൻ ആവശ്യമായ സ്വാതന്ത്ര്യവും പണവും അച്ഛൻ തരാത്തതിൽ പെട്ടെന്ന് തോന്നിയ വിരോധമാണ് കാരണമെന്നാണ് ഇയാൾ മൊഴി നൽകിയിരിക്കുന്നത്. ആവർത്തിച്ചുള്ള ചോദ്യം ചെയ്യലിൽ മറ്റൊന്നും വിട്ടുപറയാനും പ്രതി തയ്യാറായിട്ടില്ല എന്ന് പോലീസ് പറയുന്നു. ചൈനയിൽ MBBS പഠനത്തിന് പോയ പ്രജിൻ കോവിഡ് ബാധയെ തുടർന്ന് നാട്ടിലെത്തി. പിന്നീട് പഠനം തുടർന്നില്ല. ചൈനയിൽ കൊണ്ടുപോയ ഏജന്റിന് വീട്ടുകാർ ഫീസും പണവുമെല്ലാം നൽകിയെങ്കിലും കോളേജിൽ മുഴുവൻ തുകയും അടച്ചിട്ടില്ല. അതിനാൽ ഇയാളുടെ സർട്ടിഫിക്കറ്റുകൾ ചൈനയിലെ കോളേജിലാണ് ഉള്ളത്. ഇത് ലഭിക്കാത്തതിന്റെ മനോവിഷമം ഉണ്ടായിരുന്നു എന്നും കോളേജിൽ പണമടച്ച സർട്ടിഫിക്കറ്റ് വാങ്ങണമെന്ന് നിരവധി തവണ അച്ഛനോട് ആവശ്യപ്പെട്ടിരുന്നതായും പ്രതി പറയുന്നു. നെയ്യാറ്റിൻകര കോടതിയിൽ ഹാജരാക്കിയ പ്രജിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ അന്വേഷണത്തിനായി പോലീസ് കസ്റ്റഡിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട്. വെള്ളറട CI V പ്രസാദും SI റസൽ രാജും പറഞ്ഞിരുന്നു. അർദ്ധരാത്രിയോടെ ഉണ്ടായ അരുംകൊലയുടെ നടുക്കത്തിലാണ് ഇപ്പോഴും കിളിയൂർ ഗ്രാമം. ബുധനാഴ്ച രാത്രി എല്ലാവരും ഉറങ്ങാൻ തയ്യാറെടുക്കുന്നതിനിടയിലാണ് മകൻ അച്ഛനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. അമ്മയുടെ നിലവിളി കേട്ടെത്തിയ നാട്ടുകാർ അടുക്കളയിൽ ചോര വാർന്ന് മരിച്ചുകിടന്ന ജോസിനെയും മൃതദേഹത്തിനരികിൽ ബോധരഹിതയായിരുന്ന സുഷമയെയുമാണ് കണ്ടത്. ചൈനയിൽ MBBS പഠനത്തിനായി പോയി തിരിച്ചെത്തിയ പ്രജിൽ നാട്ടുകാരുമായി വലിയ ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. സുഷമ ദീർഘകാലം ഇസ്രയേലിലെ നഴ്സായി ജോലി ചെയ്തിരുന്നു. ജോസിന്റെ മൃതദേഹം ഇന്നലെ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം ബന്ധുക്കൾക്ക് കൈമാറി. പാറശാല ഗവൺമെന്റ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം ജോസിന്റെ ചേട്ടന്റെ മകൻ വിദേശത്ത് നിന്ന് എത്തുന്നതോടുകൂടി ഇന്ന് സംസ്കരിക്കും.